പിതാവും മകനും തമ്മിലുള്ള ചെറിയ വഴക്കുകൾ നാട്ടുകാരും വീട്ടുകാരും നിസ്സാരമായി കണ്ടു. ഒരു സൗന്ദര്യ പിണക്കം മാത്രമായിട്ടാണ് അവർ അതിനെ നോക്കിക്കണ്ടത്. പക്ഷേ മകനോടുള്ള അടങ്ങാത്ത പിതാവിൻ്റെ പക ഒരു രാത്രിയിൽ പുറത്തു വന്നു, അതും മൃഗീയമാം വിധത്തിൽ. കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ. മുക്കലമ്പാട്ട് ഗ്രാമം ഉറക്കത്തിലാണ്ട് കഴിഞ്ഞു. സമയം അർദ്ധരാത്രി പിന്നിട്ടിരിക്കുകയാണ്. അകലെ എവിടെയോ നായ്ക്കളുടെ കൂട്ട ഓരിയിടലുകൾ മാത്രം. പിന്നെ എങ്ങും കനത്ത നിശബ്ദത മാത്രം. ശാന്തകുമാരിയുടെ ഇടിവെട്ട് ഏറ്റതുപോലെയുള്ള അലർച്ച കേട്ട് എല്ലാ വീടുകളും ഉണർന്നു. കുറ്റാക്കൂരിരുട്ടിൽ ശാന്തകുമാരി അമ്മ ഏതൊക്കെയോ വീട് ലക്ഷ്യമാക്കി ഓടുന്നതാണ് ചിലർ കണ്ടത്. ഇറങ്ങി പോവാൻ പറഞ്ഞുകൊണ്ടുള്ള വൈരാഗ്യം ഒറ്റ വൈരമുള്ളൂ, അല്ലാതെ വേറെ ഒരു വൈരാഗ്യമോ വേറെ ഒന്നും. അതെല്ലാം പറഞ്ഞിട്ടും അങ്ങ് പോയി. ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വിചാരിച്ചു കാണും ഞാൻ അവൻ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ഒറ്റ ദിവസമേ വഴക്കുണ്ടായിട്ടുള്ളൂ. ഒരു ദിവസം കൊണ്ടല്ല, അതിനു മുമ്പ് വഴക്കോ ചണ്ടയോ ഒന്നുമില്ല. മോനെന്നേട്ട ഭയങ്കര സ്നേഹമാണ്. ചിലപ്പോൾ ഞാൻ തന്നെ ജോലിക്കൊക്കെ പോകുമ്പോൾ, ഞാൻ ഇവിടെ PRS ഇപ്പം എഴുതി കൊടുത്തൊരു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോകുമ്പം തന്നെ എന്തെങ്കിലും ചോറോ കറിയോ എന്തെങ്കിലുമൊക്കെ വയ്ക്കണമെങ്കിൽ തന്നെ അച്ഛൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ അത് എന്താണ് ആ സെക്കൻഡിൽ പെട്ടെന്ന് തോന്നി അത് ചെയ്തെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ശാന്തകുമാരി അമ്മയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. സ്വന്തം വീടിന് നേർക്ക് ചൂണ്ടുക മാത്രം അവർ ചെയ്തു. ആ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയവർ ആ കാഴ്ച കണ്ട് ഞെട്ടി. ശാന്തകുമാരിയുടെ വീട്ടിൽ നിന്നും പുകച്ചുരുളുകൾ ആകാശത്തിലേക്ക് ഉയരുന്ന കാഴ്ച, ഒപ്പം ചില ആർത്തനാദങ്ങളും. അയൽവാസികൾ രാജേഷിന്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. അവർ അന്നാദ്യമായി മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത ഒരു കാഴ്ചയ്ക്ക് സാക്ഷികളായി. ഒരു പച്ച മനുഷ്യൻ നിന്ന് കത്തുന്നു. അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മുക്കലമ്പാട്ട് വീട്ടിൽ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പുക വരുന്നത് കണ്ട് അമ്മ, അവിടുത്തെ വീട്ടുടമ സംശയം തോന്നി നോക്കിയപ്പോൾ മകൻ കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് പുക വരുന്നത് കണ്ട് അവരവിടെ നിന്ന് വിളിച്ചു തൊട്ടയൽവക്കത്തുകാർ വന്നു. അപ്പോൾ അവർ ഒരു റൂമിൽ നിന്ന് പുക വരുന്നത് മാത്രമേ കാണുന്നത്. എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയത്തില്ല. പെട്ടെന്ന് തൊട്ടയൽവാസികൾ പോലീസിനെ വിളിച്ചു. അപ്പോൾ നൈറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നെരുവാമ്പൂട് പോലീസ് സ്റ്റേഷനിലെ ഒരു അഡീഷണൽ SI അവിടെ എത്തി. കഥവ് ചവിട്ടി പൊളിച്ച് നോക്കിയപ്പം മകൻ 23 വയസ്സുള്ള രാജേഷ് കുമാർ തീ വെന്ത് തറയിൽ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അന്നേരം ബോധമുണ്ട്. പെട്ടെന്ന് എടുത്ത് 108 ആംബുലൻസ് വിളിച്ചിട്ട് അവർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ സംസാരിക്കുമായിരുന്നു. വണ്ടിയിൽ നിന്ന് പോയ സമയത്ത് കൂട്ടുകാരോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ മകനെ എന്ത് സംഭവിച്ചു എന്ന് മകനറിയില്ല. എന്ത് പറ്റിയെന്ന് അയാൾക്കറിയില്ല. തീ കത്തി എന്നുള്ള സത്യമാണ്, എന്ത് പറ്റിയതാണ് എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഒരു ധാരണ മേ ബി ആത്മഹത്യ ചെയ്തായിരിക്കും എന്നായിരുന്നു. രാജേഷിനെ അഗ്നി വിഴുങ്ങി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ ഒരു മാംസപിണ്ഡം മാത്രം അവശേഷിച്ചു. ജീവന്റെ നേരിയ ഒരു അംശം മാത്രം ആ ശരീരത്തിൽ അവശേഷിച്ചു. ശാന്തകുമാരി അമ്മ തകർന്നിരുന്നു. അച്ഛൻ ഭുവനേശ്വരനും ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. അയാളുടെ ഹൃദയം തകർന്നുള്ള കരച്ചിൽ കേട്ട് കണ്ടു നിന്നവർക്ക് പോലും സഹിച്ചില്ല. അങ്ങനെ അന്ന് പെരുമാറ്റം കണ്ട ഭയങ്കര കരച്ചിലും, അയ്യോ ഭയങ്കര കരച്ചിലായിരുന്നു. എന്തിനെൻ്റെ മോൻ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത് ആര് ചെയ്താലും ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെയായിരുന്നു ആദ്യത്തെ ഇത്. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച് ശരിക്കും ഇത് ചെയ്യണ ഒരു അച്ഛൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കഴിച്ച് നടക്കേണ്ടതൊക്കെ ചെയ്യൂ.
രാജേഷ് ആത്മഹത്യ ചെയ്തു. കടുത്ത മനോവിഷവുമാണ് കാരണം. കാഴ്ചക്കാരും പോലീസും ഒരുപോലെ വിധിയെഴുതി. രാജേഷിന്റെ അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിക്കാൻ നാട്ടുകാർ നന്ദി പാടുപെട്ടു. രാജേഷിന്റെ മരണം അയണിമൂട് ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ ദുഃഖത്തിലാഴ്ത്തി. പിറ്റേ ദിവസം മകൻ്റെ ബോഡിയൊക്കെ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടുകൊടുത്തു. അപ്പോഴും നമുക്കതിനകത്തൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നെ സാക്ഷികളെയൊക്കെ കണ്ടു ചോദിച്ച് അന്വേഷണം നടത്തിയ സമയത്ത് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു പെട്രോൾ കുപ്പി കിടന്നു. അതാരെ കണ്ടുപിടിക്കുന്നത്? അത് കൂട്ടുകാരും, അത് വീടിനോട് ചേർന്ന് തന്നെയാണ്. വീടിനോട് ചേർന്ന് ഈ മകൻ കിടന്ന റൂമിൻ്റെ പിറകിലത്തെ ജനലിൻ്റെ പുറത്ത്. അപ്പോൾ ആ പെട്രോൾ കുപ്പി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഇത് എടുക്കരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു. രാജേഷിന്റെ സുഹൃത്ത് രമേശാണ് ആ സംഭവം ആദ്യം കണ്ടത്. അയാളെ കൊണ്ടാവുന്ന വിധത്തിൽ കയ്യിൽ കിട്ടിയ ഒരു കുപ്പി പരിശോധിച്ചു. അയാളുടെ ഉള്ളിൽ കൊള്ളിയാൻ മിന്നി. അറിയാതെ അയാൾ പറഞ്ഞുപോയി, രാജേഷ് ആത്മഹത്യ ചെയ്തതല്ല, അവനെ കൊന്നതാണ്. ആ ശബ്ദം ഓരോ നാവും ഏറ്റുപാടി. പിന്നെ അവശേഷിച്ചത് ഒരേ ഒരു ചോദ്യം മാത്രം. ആരാണ് ആ കൊലയാളി? ആരാണ് രാജേഷിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നത്? സ്വന്തം മകനെ കൊലപ്പെടുത്തിയതിൽ അല്പം പോലും പശ്ചാത്താപമില്ലാത്ത ഒരു പിതാവിനെയാണ് ഇനി കാണാൻ പോകുന്നത്. തൻ്റെ നേർക്കുയർന്ന കൈ മൂടോടെ തന്നെ അയാൾ വെട്ടിക്കളഞ്ഞു. അതിലല്പം പോലും പശ്ചാത്താപം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഒരു പിതാവിൻ്റെ വൈചിത്ര്യമായ പ്രവൃത്തികളുടെ കൂടുതൽ വിശേഷങ്ങൾ ഇനി കാണാം. ഭുവനേശ്വറിനെ പോലീസ് പൊക്കി മകനെ പെട്രോൾ ഒഴിച്ചു കൊന്ന കുറ്റത്തിന്. രാജേഷിന്റെ മരണം ആത്മഹത്യയാണെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ മരണം കൊലപാതകമാണെന്നുള്ളതിന് പെട്രോൾ നിറച്ച കുപ്പി തെളിവായി. അപ്പോൾ കേസാകെ കുഴഞ്ഞു മറിഞ്ഞു. പോലീസ് നാടെങ്ങും കൊലയാളിക്ക് വേണ്ടി പരക്കം പാഞ്ഞു. രണ്ടാമത് ചെല്ലുമ്പോൾ പെട്രോൾ കുപ്പി അവിടെ ഇല്ല, അത് മിസ്സിംഗ് ആയി. അപ്പോൾ ഒരു ഡൗട്ട് വന്നു, സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വന്നു. ഇതാരെടുത്തു? വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരാരും എടുത്തിട്ടില്ല എന്ന്. തന്തയോടും ചോദിച്ചപ്പം എടുത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് തന്തയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇതിനകത്തൊരു ടെസ്റ്റ് ഉണ്ടായി. അപ്പം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടായി. അങ്ങനെ എസ് ഐയും ഞാനും അയാളെ വീണ്ടും റീക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആണ് ഉള്ള സത്യം അയാൾ വെളിപ്പെടുത്തിയത്. കൊലയാളിക്ക് വേണ്ടി പോലീസ് നാട് മുഴുവൻ വലവിരിക്കുമ്പോഴും യഥാർത്ഥ കൊലയാളി ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, സ്വന്തം പിതാവിന്റെ രൂപത്തിൽ. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ അയാളുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലിൽ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. അത്രയ്ക്കായിരുന്നു ആ പിതാവിന്റെ അഭിനയ പാടവം. അപ്പം മകനും അച്ഛനുമായിട്ട് വഴക്കുണ്ടായി. അച്ഛനോട് മകൻ ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ദേഷ്യം പുള്ളിക്കുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോയി പാപ്പനംകോട് പോയി. അവിടെ പുള്ളി ഒരു വീട് നോക്കുന്നുണ്ട്. ആ നോക്കുന്ന വീട്ടിൽ അവിടെ ഷെഡുണ്ട്. ആ ഷെഡിൽ പോയി കുറേ നേരം കിടന്നു. തിരിച്ച് വരുന്ന വഴിയിൽ, എന്നിട്ട് കുറേ നേരം അവിടെ കിടന്നു. അപ്പോൾ പുള്ളി അവിടെ ഇരുന്ന് മദ്യപിച്ചു. തിരിച്ച് വരുന്ന വഴിയിൽ, അവിടെ തിരിച്ചു പോകുന്നു രാത്രിയിൽ. വരുന്ന വഴിയിൽ അവിടെ പാപ്പനംകോടുള്ള അയനമുക്കിന് കുറച്ചപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കുപ്പി പെട്രോൾ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പുള്ളി പറയുന്നതനുസരിച്ച് പുള്ളിയുടെ ഉദ്ദേശം സ്വയം ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി പുള്ളി വന്നു. അന്ന് വീടിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് വീണ്ടും മദ്യം ഉണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്തിനു മരിക്കണം എന്നൊരു തോന്നലുണ്ടായി. അവനെ കൊന്നാൽ പോരെയും തോന്നി. അങ്ങനെ മകൻ കിടന്ന ജനലിൽ ഒരു പാളി തുറന്നു കിടന്നു. അതിലൂടെ അകത്തേക്ക് പെട്രോൾ ഒഴിച്ചു. പുറത്ത് നിന്ന് തീപ്പെട്ട് കൊളുത്തി. ഒരു അറിഞ്ഞില്ല. മകനും അത്യാവശ്യം മദ്യമായിരുന്നുകൊണ്ട് അറിഞ്ഞില്ല. കത്തിച്ച് പേപ്പറിൽ കൊളുത്തി അകത്തിട്ടു.
തീ കത്തി. ഇയാൾ എന്നിട്ട് അവിടുന്ന് പുറകിലൊരു പറമ്പിൽ പോയി കുറേ നേരം ഇരുന്നു. എന്നിട്ട് നേരം വെളുത്ത് വീണ്ടും പാപ്പനും കൂടെ ആ പഴയ ഷെഡിലേക്ക് പോയി. കൊലയാളിയായ പിതാവ് പോലീസിനോട് ഏറ്റുപറഞ്ഞ വാക്കുകളാണ് ഇനി. മകനെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞാൻ. അവന് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള അവൻ ഒരു ദിവസം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. കഴുത്തിന് പിടിച്ച് പുറത്താക്കി. ഏതൊരു പിതാവിനെയും പോലെ എന്റെ മനസ്സും വേദനിച്ചു. പിതാവിനെ അടിച്ചു പുറത്താക്കിയ മകൻ ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. മദ്യലഹരിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മകനെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതായിരുന്നു അയാളുടെ കുമ്പസാരം. ചെയ്താണെന്നുള്ളത് ആദ്യം നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ശരിക്കും ഇങ്ങനെ ഉണ്ടാവും കൊണ്ടുവന്നെല്ലാം ഒക്കെ നോക്കി പറക്കി പറഞ്ഞപ്പോഴാണ് ഇയാളാണ് ചെയ്തത് ശരിക്കും പൂർണ്ണമായിട്ട് നമുക്ക് തോന്നിയത്. ഇവിടെ വന്ന പഴയ തെളിവെടുപ്പ് വേണ്ടി കൊണ്ടുവന്നപ്പം അയാളുടെ മുഖത്ത് എന്തെങ്കിലും പശ്ചാത്തലം അങ്ങനെ എന്തെങ്കിലും കാണുമോ? ഇതൊക്കെ ഒരു പശ്ചാത്തലമല്ല, ഒന്നുമില്ല. ശാന്തകുമാരിയുടെ ജീവിതത്തിൽ ഇനി ഭർത്താവും മകനുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരിഭവവും പരാതിയും ഒക്കെ നിറഞ്ഞ ഒരു കുടുംബം തനിക്കുണ്ടായിരുന്നു. ആ ചെറിയ പരിഭവങ്ങൾ ആ അമ്മ ഒരു പരിധിവരെ ആസ്വദിച്ചിരുന്നു. പക്ഷെ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് കൈവിട്ടു പോകുമെന്ന് ആ പാവം വീട്ടമ്മ കരുതിയില്ല. ജീവിതം അങ്ങനെയാണ്. അടുത്ത നിമിഷം നമ്മുടേതല്ല. അത് ദൈവത്തിനു മാത്രം അറിയാവുന്ന ഒരു പരമമായ രഹസ്യം. മനുഷ്യ മനസ്സ് പ്രവചനാതീതമാണ്. ഒരാൾ അടുത്ത നിമിഷം എന്ത് ചിന്തിക്കുന്നെന്ന് കണ്ടുപിടിക്കാൻ ലോകത്ത് ഒരു ഉപകരണവുമില്ല. മനുഷ്യർ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ചിന്തയ്ക്ക് ഉടമയായിരുന്നു ഭുവനേശ്വരൻ എന്ന പിതാവ്. വ്യത്യസ്തമായ ചിന്തകൾ പാറുന്ന ഈ ലോകത്തെ മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. മറ്റൊരു നാട്ടിൽ മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ.